ഒരു കയ്യിൽ സ്റ്റിയറിങ്ങും ഒരു കയ്യിൽ ഗിയറും പിടിച്ചിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോത്തിൻ്റെ ഡാങ്കാടിലേക്കാണ് കേട്ടോ. ഒരു കാട്ടുവഴിയിലാണ് നമ്മൾ പോകുന്നത്. വൈഫ് ഹൗസിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ പോത്തുണ്ടിയിലേക്ക്. അങ്ങനെ നമ്മൾ പോത്തുണ്ടി ഗാർഡനെത്തി. അഡൾട്ട്സിന് 20 രൂപയും 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപയുണ്ട് ചാർജ്. കൂടാതെ സീനിയർ സിറ്റിസൺസ് കുട്ടികളുടെ ചാർജ് കൊടുത്താൽ മതി കേട്ടോ. അകത്തേക്ക് കയറിയത് തന്നെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അതിൽ മൂന്നാമത്തത് ഫോട്ടോ എടുക്കരുതെന്നാണ് കേട്ടോ. ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ളത് എവിടുത്തെ നിയമമോ എന്തോ. പക്ഷേ നമ്മളതൊന്നും മൈൻഡാക്കിയില്ല. നമ്മൾ ആ ബോർഡും കൂടെ ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മളോടാ കളി. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒറ്റക്കാലിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും പോരാൻ സൂക്ഷിക്കണേ. അങ്ങനെ ആ കുട്ടി കൈ കാട്ടിയ വഴിയിലായിട്ട് നമ്മളും തിരിഞ്ഞു നടന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ആദ്യത്തെ ഐസ്ക്രീം ആൻഡ് സ്നാക്സ് കിട്ടുന്ന സ്പോട്ട്. നമ്മൾ വീണ്ടും മുമ്പിലോട്ട് നടന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളും മരങ്ങളും ഗാർഡൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നടപ്പാതയുടെ സൈഡിലായിട്ട് ബുഷ് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൈ ഓടിച്ച് നടക്കാൻ നല്ല രസമുണ്ട്. ഇതാ ഇവിടെയാണ് മറ്റേ വൈറൽ ഫ്ലവർ ബോഗൻവില്ല. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിവിടുത്തെ കൂടാരം പോലെ ഒരു സ്റ്റേജ് പോലത്തെ സ്ഥലമാണ് കേട്ടോ. അവിടെ 2-3 പേര് തണലത്ത് കാറ്റും കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും പോയില്ല. വീണ്ടും മുമ്പിലോട്ട് നടന്നപ്പോഴാണ് ഒരു ഉണങ്ങിപ്പോയ മരത്തിനെ കണ്ടത്. ഇത്രയും തളിർത്തും പൂത്തും ഭംഗിയായി നിൽക്കുന്ന ചെടികളുടെ ഇടയിൽ ഈ വയസ്സ മരത്തെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നിയിട്ടാ. പണ്ട് എത്ര പേർക്ക് തണലായിട്ട് നിന്ന മരമായിരിക്കില്ലേ ഇപ്പോൾ ഈ അവസ്ഥയിൽ. നമ്മുടെയൊക്കെ ഓരോ കുടുംബത്തിൽ ഇതുപോലെയുള്ള പ്രായമായവരൊക്കെ ഉണ്ടാവും. ഒരു കാലത്ത് എല്ലാവർക്കും തണലായി നിന്നവരായിരിക്കും അവരും. പക്ഷേ ഇപ്പോൾ ഈ മരത്തിനെ പോലെ ഒരു കാഴ്ച വസ്തുവായിട്ടിരിക്കുന്നുണ്ടാവും. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഒരു വാട്ടർ ഫൗണ്ടൻ. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് സലീം കുമാർ പറയുന്ന പോലെ ആർക്കോ വേണ്ടി ഒരു ശോകം ഫൗണ്ടൻ. തിരിയുമ്പോഴേക്കും നമ്മളുടെ ചെക്കൻ ഊഞ്ഞാലിൽ കയറി. നല്ല ഈണത്തോടെയുള്ള ആ ഊഞ്ഞാലിൻ്റെ സൗണ്ട് കേട്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അടുത്തുള്ളൊരു ഊഞ്ഞാലിൽ നോക്കിയപ്പോഴാണ് അതിൻ്റെ അവസ്ഥ. ആൾക്കാർ ഇരുന്ന് കുഴിഞ്ഞതാണെങ്കിൽ താഴേക്കല്ലേ കുഴിഞ്ഞു പോകേണ്ടത്. ഇതെങ്ങനെ മുകളിലോട്ടായി? അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അടുത്തത് കറങ്ങുന്ന കസേര. അത് മാൻ പവറാണ് കേട്ടോ. അടുത്ത കറക്കം താറാവിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നാവാം അല്ലേ. അതൊന്ന് സ്പീഡ് കൂട്ടിയതും അവന് മതിയായി. ഇതേ കരയിൽ ജീവിക്കുന്ന ഒരു മീൻ. ഒരു നോണ്ട് കൊടുത്തപ്പോൾ അവൻ്റെ പടക്കൽ കണ്ടില്ലേ. കൊലയ്ക്കുന്ന വാഴയ്ക്ക് വിലയില്ലാത്തപ്പോൾ ഇവിടെ ഒരു കൊലയ്ക്കാത്ത വാഴ. അടുത്തത് വേറൊരു ഊഞ്ഞാലിലോട്ട്. ഇതേ അടുത്തരണ ആളില്ലാണ്ട് ആടുണ്ട്. ഇനി പ്രേതം വല്ലതും ഉണ്ടാവുമോ? ഏയ്. അപ്പുറത്ത് കരയിൽ ജീവിക്കുന്ന 2 ഡോൾഫിനെ കണ്ടു. പാവം 2 കുട്ടികളിരുന്ന് അതിൽ കളിക്കുന്നുമുണ്ട്. അടുത്തൊരു റോക്ക് ഫൗണ്ടൻ. വെള്ളം പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളമില്ല. ഇവനാണ് മാലിക്. ചെറുത് ഇതിലൊക്കെ കയറാനായ